വിദ്യാർത്ഥികളും രാഷ്ട്രീയവും. പ്രസംഗം കുട്ടികൾക്ക് വേണ്ടി. ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളിലെയും വിദ്യാർത്ഥി മുന്നേറ്റങ്ങൾക്ക് ആ രാജ്യങ്ങളിലെ വിദ്യാഭ്യാസപരമോ സാമൂഹ്യപരമോ ആയ കാര്യങ്ങളിൽ നവ ആശയങ്ങൾ അവതരിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കാലാകാലമായി നമ്മുടെ ക്യാമ്പസുകളിൽ വിഹരിച്ചു വരുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ സങ്കുചിതമായ ചിന്താഗതികളുമായി രാഷ്ട്രീയ പാർട്ടികളുടെ പോഷക സംഘടനകൾ മാത്രമായി അധപ്പതിച്ചു എന്ന് പറയാതെ വയ്യ. രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ് രാഷ്ട്രീയം. എന്നാൽ ഇന്ന് രാഷ്ട്രീയം എന്നതിൽ രാഷ്ട്രം അപ്രധാന ഘടകമായി മാറിയിരിക്കുന്നു. പാരതന്ത്ര്യത്തിൽ നിന്നുള്ള മോചനത്തിനായി നമ്മുടെ മാതൃഭൂമി പിടഞ്ഞിരുന്ന കാലഘട്ടത്തിൽ ത്യാഗോജ്വലമായ സേവന സന്നദ്ധതയോടെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം അത്യന്താപേക്ഷിതമായിരുന്നു. ഇന്ത്യ സ്വതന്ത്രമാവുകയും രാഷ്ട്രീയമെന്നത് സേവന തൽപരത കൈവെടിഞ്ഞ് അധികാരത്തോട് മാത്രം ബന്ധപ്പെട്ടതാവുകയും ചെയ്തു. അപ്പോൾ രാഷ്ട്രീയം അതിൻ്റെ കനകസിംഹാസനത്തിൽ നിന്ന് സ്വാർത്ഥമോഹങ്ങളുടെ ചെളിക്കുണ്ടിൽ പതിച്ചു. ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ അസാമാന്യമായ പൊരുത്തം നിലനിന്നിരുന്ന കാലത്ത് രാഷ്ട്രീയത്തിന് വിശുദ്ധിയുണ്ടായിരുന്നു. രാഷ്ട്രീയത്തെ ധാർമ്മികതയുമായി വിളക്കിച്ചേർത്ത മഹാത്മാഗാന്ധിജി രാഷ്ട്രീയത്തിന് പുതിയ ശോഭ നൽകി. ആ ശോഭ കാത്തു സൂക്ഷിക്കുവാൻ നമുക്കായില്ല. അങ്ങനെ ഇന്ന് രാഷ്ട്രീയമെന്നത് അധാർമികതയുടെ പ്രഭവസ്ഥാനമായി മാറിയിരിക്കുന്നു. നിലവിലിരിക്കുന്ന ഇത്തരം രാഷ്ട്രീയത്തിൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കേണ്ടതുണ്ടോ എന്ന ഒരാലോചനയാണ് അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. വിദ്യാർത്ഥികൾ ക്ലാസുകൾ ബഹിഷ്കരിച്ച് മാതൃഭൂമിയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങളിൽ മുഴുകണമെന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്ത അന്തരീക്ഷമല്ല ഇന്നുള്ളത് എന്ന കാര്യം നമ്മുടെ ചിന്തയിലെത്തണം. ഏത് നന്മയെയും തിന്മയാക്കി മാറ്റുവാനുള്ള നമ്മുടെ ജന്മവാസന രാഷ്ട്രീയത്തെയും വിട്ടുകളഞ്ഞില്ല. കാപട്യം അറിഞ്ഞുകൂടാത്ത ഇളം തലമുറ ഈ കാപട്യത്തിൻ്റെ ബലിയാടുകളാവുകയെന്ന് പറഞ്ഞാൽ അത് ആ തലമുറയോട് ചെയ്യുന്ന കടുത്ത ഒരപരാധവും. കുട്ടികളിൽ ദേശാഭിമാനം വളരുന്നതിനും സമൂഹത്തോടുള്ള പ്രതിബദ്ധത വളർത്തുന്നതിനുമെല്ലാം രാഷ്ട്രീയം അത്യന്താപേക്ഷിതമാവാം. എന്നാൽ ഇന്നത്തെ രൂപത്തിലുള്ള അധികാര കേന്ദ്രീകൃതവും വിധേയ രൂപത്തിലുള്ളതുമായ രാഷ്ട്രീയം കുട്ടികളുടെ നിഷ്കളങ്കതയിൽ മാലിന്യങ്ങൾ വർഷിക്കും. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ദീർഘവീക്ഷണമുള്ള നേതൃത്വം ആവശ്യമാണ്. അത്തരം മാതൃകാപരമായ നേതൃത്വത്തിൽ നിന്നേ രാഷ്ട്രത്തിന് പുതിയ പുതിയ സ്വപ്നങ്ങൾ ലഭിക്കുകയുള്ളൂ. സങ്കുചിതമായ വീക്ഷണമുള്ള നേതൃത്വത്തിന് അതിനു ചേരുന്ന അനുയായി വൃന്ദത്തെയും ലഭിക്കും. വ്യക്തിപൂജയ്ക്ക് വഴിയൊരുക്കുന്ന രാഷ്ട്രീയ മേഖലയിലെത്തി ചതിക്കുഴികളിൽ അകപ്പെടാൻ കുട്ടികളെ അനുവദിക്കുന്നത് തെറ്റുതന്നെയാണ്. ഏതൊരു ജനതയ്ക്കും ഉത്തംഗമായ ദർശനം വേണം. ആ ദർശന സവിശേഷതയെ ചിന്താമണ്ഡലത്തിലേക്ക് ആവാഹിച്ചെടുക്കാൻ പ്രേരണ നൽകുന്ന രാഷ്ട്രീയമാണ് ആവശ്യം. അവിടെ വിദ്യാർത്ഥി വൃന്ദം ഇന്നലകളുടെ വെറും അവശിഷ്ടങ്ങൾ മാത്രമാവില്ല. വിദ്യാർത്ഥികളെ സ്വതന്ത്രമായ ചിന്താരീതിയിലേക്ക് കൈപിടിച്ചുയർത്താൻ തയ്യാറല്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഗുണത്തേക്കാളേറെ ദോഷമേ നൽകൂ. രാഷ്ട്രീയമില്ലെങ്കിൽ കുട്ടികൾ മറ്റു പല വഴിയിലേക്കും തിരിയും എന്നും അത് കൂടുതൽ അപകടങ്ങൾ വരുത്തും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ സ്വഭാവമെന്ത് എന്നാണ് എല്ലാവരും ചിന്തിക്കേണ്ടത്. തിന്മകളിൽ മുഴുകുന്ന രാഷ്ട്രീയത്തിനു വേണ്ടിയുള്ളതല്ല. വിശ്വവിശാലതയെ പുൽകുവാനുള്ള മനസ്സും എല്ലാ മനുഷ്യരും തുല്യരാണെന്നറിയുവാനുള്ള കാരുണ്യവും ആരുടെയും നീതി നിഷേധിക്കുവാൻ നമുക്ക് അധികാരമില്ലെന്നറിയുവാനുള്ള മനുഷ്യത്വവും രാഷ്ട്രീയത്തിനുണ്ടെങ്കിൽ അത്തരം രാഷ്ട്രീയത്തോട് ചേർന്ന് കുട്ടികൾ അതിൻ്റെ കണ്ണികളായി തീരേണ്ടത് തന്നെ. ജയ് ഹിന്ദ്.